നീതി കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യലി കംപ്ലൈന്റ് അയച്ചത്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ടിനിസാറിപ്പോ എന്നോട് തീർച്ചയായിട്ട് പറഞ്ഞേ, മോദ ലോകത്തൊരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഈ സ്ത്രീയാണ്. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ് ഇവനൊക്കെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഒരുപാട് ചീഞ്ഞളിഞ്ഞ വാർത്തകൾ ഒരുപാട് പുറത്തു വരുന്നുണ്ട്. അമ്മയെക്കുറിച്ച്, അമ്മച്ചിയെക്കുറിച്ച്, AMMയെ കുറിച്ച് ഒരുപാട് ചീഞ്ഞളിഞ്ഞ വാർത്തകൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോന്നടേ എന്ന് ചോദിച്ചു പോകുന്ന വാർത്തകൾ. ഒന്ന്, അൻസിബയുടെ കരഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ്. അതിനിടയ്ക്ക് അവിടുത്തെ സെക്യൂരിറ്റി കുക്കു പരമേശ്വരൻ തനിക്ക് ഈ പറയുന്ന അവിടുത്തെ മാനേജറുമായിട്ട് അവിഹിതമുണ്ട് എന്ന് പറയുന്ന ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അതുമല്ലാതെ നമ്മുടെ ശാന്തിവിള ദിനേശ് ഈ പറയുന്ന ടിനി ടോമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒരു പുരുഷ വേശ്യയാണ് ഈ പറയുന്ന ടിനി ടോം എന്ന് പറഞ്ഞുകൊണ്ട് ടിനി ടോമിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് സംസാരിക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് എന്നുള്ളതാണ്. സബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് അൻസിബ ഹസന്റെ പുറത്തു വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വളരെ വിഷമിച്ച് സങ്കടത്തോടു കൂടി സാബു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. ഏത് സാബു എന്ന് എനിക്കൊരു പിടുത്തമില്ല. സാബു മോനാവാൻ ചാൻസ് ഇല്ല, വേറെ ആരോ ആണ്. ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പ് അത് ആദ്യം നമുക്ക് കേൾക്കാം. നമസ്കാരം സാബു ചേട്ടാ, ഞാന് ഭയങ്കര മാനസിക വിഷമത്തിലാണ്. എന്നെ ഒരുപാട് ദ്രോഹിച്ചു, ഉപദ്രവിച്ചു, എന്നെ മെന്റൽ ഹരാസ് ചെയ്തു. ലക്ഷ്മിപ്രിയ എനിക്കെതിരെ നൽകിയൊരു വ്യാജ പരാതിയുടെ പേരിൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ രേഷ്മ 3 മണിക്കൂർ ഹരാസ് ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് എല്ലാം അതുപോലെയൊക്കെ തന്നെ പെരുമാറിയത്. പിന്നെ ഒരു ASI ഉണ്ടായിരുന്നു വനജ, അവരൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. എന്നിട്ട് എനിക്കിതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യലി കംപ്ലൈന്റ് അയച്ചത്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? വളരെ സങ്കടത്തോടു കൂടി എനിക്ക് ഇതുവരെയായിട്ടും നീതി കിട്ടിയിട്ടില്ല. ലക്ഷ്മിപ്രിയ അടക്കം ആ പറയുന്ന പിന്നെ വനിതാ SI അടക്കം അവിടുത്തെ കോൺസ്റ്റബിൾ അടക്കം എന്നെ അപകീർത്തിപ്പെടുത്തി അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിച്ചത് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരാതി അയച്ചിട്ടുണ്ട്. എനിക്ക് ഇതുവരെ കിട്ടുമ്പോൾ നീതി കിട്ടിയിട്ടില്ല, എന്നോടൊപ്പം നിൽക്കണം, എന്നെ ഒന്ന് സഹായിക്കണം സാബു ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ അയച്ച ഒരു വോയിസ് ക്ലിപ്പാണിത്. ഇത് ഏതാണ് ഈ സാബു ചേട്ടൻ എന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ആരാണ് ഇതെന്നുള്ളത് കുറിച്ച് ഈ വാർത്തയിലും ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത വിഷയം ഈ നമ്മുടെ ടെനി ടോമിന്റെ പുരുഷ വേഷി, അത് നമുക്ക് പിന്നെ പറയാം. ഇതിന്റെ അടുത്ത ക്ലിപ്പായിട്ട് വയ്ക്കാം. അടുത്തത്, അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്. ആ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കാം. താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി തുടരുന്നു. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ ഗുരുതര ആരോപണവുമായി അമ്മ മാനേജർ അതുല്യയുമായി അപകീർത്തികരമായ ബന്ധമുണ്ടെന്ന് പറയാൻ സെക്യൂരിറ്റി ജീവനക്കാരനെ കുക്കു പരമേശ്വരൻ നിർബന്ധിച്ചുവെന്നാണ് പരാതി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അതുല്യ പരാതി നൽകി. ഉണ്ണി ശിവപാലിനു വേണ്ടി കുക്കു പരമേശ്വരൻ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും ആരോപണമുണ്ട്. ഗൂഢാലോചനയും ഭീഷണിപ്പെടുത്തലും നടന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ മുഹമ്മദ് സമ്മതിക്കുന്ന ഓഡിയോ സംഭാഷണം അതുല്യ പുറത്തുവിട്ടു. ആദ്യം അത് കേൾക്കാം. മുഹമ്മദ് ഇതൊന്നും കൂടെ നിന്നാ മതി, ആരും അറിയാനും പോകുന്നില്ല, അതെങ്ങനെ പറയണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുഹമ്മദ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. മുഹമ്മദിന്റെ ഫോൺ അവിടെ ഫോൺ കയ്യിലും ഫോൺ എന്താ പറയുക, ഇതൊന്നും റെക്കോർഡൊന്നും വരരുത്, അതുകൊണ്ട് അപ്പുറം തെറ്റിദ്ധരിക്കരുതേ എന്നല്ല. ഫോൺ മേശപ്പുറത്ത് വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിളിച്ചു. മേഡം ഇങ്ങനെ രാത്രി വീട്ടിൽ പോയതിന്റെ ശേഷം എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. നമ്മളെ സെക്രട്ടറി എന്നോട് ഇത് പറഞ്ഞത് എന്ത്, കുറച്ചൊരു ശോകത്തിൽ നിൽക്കണം, അപ്പോഴത് വിശ്വസനീയമാവുള്ളൂ ആക്ട് ചെയ്യുമ്പോ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ടിനിസാറിപ്പോ എന്നോട് തീർച്ചയായിട്ട് പറഞ്ഞേ, മോദ ലോകത്തൊരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഈ സ്ത്രീയാണ്. അത് മാത്രം മോഹമ്മദ് മനസ്സിൽ വെച്ചാൽ മതി. എന്ത് ചോദിക്കുകയാണെങ്കിലും വിളിക്കുകയാണെങ്കിലും റെക്കോർഡ് ചെയ്യാൻ മടിക്കണ്ട. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കേസ് പറയാം. ഒന്നാമത്തെ കേസ് പറയാം. ഈ പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനായ മുഹമ്മദ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ പറയുന്ന ശ്വേതാമേനന്റെ പക്ഷത്തു മുൻപേ ഉള്ളതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ശാന്തിവിള ദിനേശിന്റെ ആ ഒരു വീഡിയോ കിട്ടും. അതിനകത്ത് ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്,
ഈ ഒരു വോയിസ് വരുന്നതിന് മുമ്പ് ഇന്നലെയാണ് ആ പുള്ളി ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട് യവൻ അവരുടെ പക്ഷത്താണ്. യവൻ ഈ പറയുന്ന ഉണ്ണി ശിവപാലിലേക്ക് വിളിക്കുന്ന ആ പൊട്ടൻ മണ്ടൻ ശിവപാൽ അവിടെ ഉണ്ടോ എന്നാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ണി ശിവപാൽ കേൾക്കുന്ന തരത്തിൽ പറഞ്ഞത്. അത്രയ്ക്ക്, അതായത് സെക്യൂരിറ്റി ജീവനക്കാരൻ വരെ അമ്മയെ ഭരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്യൂരിറ്റി ജീവനക്കാരൻ ഓൾറെഡി ആരുടെ പക്ഷത്താണ്? ഈ പറയുന്ന നമ്മുടെ ശ്വേതാ മേനോൻ ആ ഒരു പക്ഷത്താണ് എന്നുള്ളതാണ്. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാനേജർ ഉണ്ടല്ലോ, മാനേജർക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നീന കുറുപ്പ് മാനേജർക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു ന്യൂസ് വന്നു. എന്ത് പരാതി എന്താണെന്ന് അറിയാം, പക്ഷെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ എന്ത് ചെയ്തു, ഈ മാനേജർ ഈ ഒരു സെക്യൂരിറ്റിക്കാരനെ വിളിച്ച വോയിസ് ക്ലിപ്പാണ് പറഞ്ഞത്. ഇതിനകത്ത് അവർ പറയുന്നത് കുക്കു പരമേശ്വരനെ വന്നിട്ട് ഈ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു എന്ന്, അതായത് നീയും ഈ പറയുന്ന മാനേജർ അതുല്യയില്ല പെൺകുട്ടിയുടെ പേര്, അതുല്യയുമായിട്ട് എന്താണ് അവിഹിതമുണ്ടെന്ന് നീ പറഞ്ഞു പരത്തണം. എന്റെ ഫോൺ എവിടെ, ഫോൺ നോക്കട്ടെ, ഫോൺ റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ മാറ്റി വെച്ചിട്ട് നീ പറഞ്ഞു പരത്തണം എന്ന് പറയുകയും, അത് എന്നെ പലവട്ടം പറയുകയും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പറഞ്ഞു. അതുമല്ല അപ്പോഴത്തെ ഈ ടിനി ടോം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും അലവരാതിയായ ഒരു സ്ത്രീയാണ് കുക്കു പരമേശ്വരൻ എന്ന് ആര് പറഞ്ഞു എന്ന് പറയുന്നു? ടിനി ടോം എൻ്റെ അടുത്ത് പറഞ്ഞു. ഏറ്റവും മോശപ്പെട്ട സ്ത്രീയാണ് കുക്കു പരമേശ്വരൻ. ഈ കുക്കു പരമേശ്വരനും ഈ പറയുന്ന ഉണ്ണി ശിവപാലും തമ്മിൽ എന്താണ് വഴിവിട്ട ബന്ധങ്ങൾ, ആ ഒരു അർത്ഥത്തിലാണ് ഇവർ, അതായത് അവരെ പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കുക്കു പരമേശ്വരൻ കൈവിട്ട കളികൾ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് ഈ പറയുന്ന സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ അവിടെ നിൽക്കുന്ന, അതുമല്ല ഇവരുടെ പക്ഷത്തെ ആദ്യമേ തന്നെ ഇവരുടെ എതിർച്ചയിൽ നിൽക്കുന്ന, അവരുടെ പക്ഷം പിടിച്ചു നിൽക്കുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത്, നീ അവർക്കെതിരായിട്ട് ഈ പറയുന്ന ഇങ്ങനെ അവിഹിതമുണ്ട് എന്ന് പറയണം. ഞാൻ എന്തുകൊണ്ട് ഫോൺ റെക്കോർഡ് ചെയ്തില്ല എന്നൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് ഇവന് മുമ്പ് ഇവിടെ ഒരു തടയിട്ട് പറയുന്നത്. അത് ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ഫോൺ എവിടെ നോക്കട്ടെ, ഫോൺ മാറ്റി വെച്ചില്ലല്ലോ. അപ്പൊ ഇത് എനിക്ക് വിശ്വസിക്കാൻ ഇത് വളരെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. സാധാരണ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന കുക്കു പരമേശ്വരൻ അവിടെയുള്ള സെക്യൂരിറ്റിയാണ്. വരുമ്പോ സല്യൂട്ട് അടിക്കുന്ന സെക്യൂരിറ്റി എന്ന് പറയുകയാണ്, നീ ഇന്ന ആൾക്കെതിരായിട്ട് എന്താണ് അവിഹിതമുണ്ട്, ഞാനും അവളുമായിട്ട് അവിഹിതമുണ്ട് എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, അതിനകത്ത് തെളിവ് വേണം. ഇനി അങ്ങനെ അവിഹിതമല്ല ഉണ്ടോ? ഇത് ആരെടുത്താ പറയുന്നത്? ഈ സെക്യൂരിറ്റി ഈ പറയുന്ന മാനേജറുടെ അടുത്ത്. മാനേജർ ആരാ? ശ്വേതാ മേനന്റെ കക്ഷിയാ. ഈ മാനേജർ, ഈ പറയുന്ന സെക്യൂരിറ്റി, ശ്വേതാ മേനൻ, ഇവരൊക്കെ ലക്ഷ്മിപ്രിയ, ഇവരൊക്കെ ഒരു പക്ഷത്താണ്. ഇവരാണ് കൂടെ നിന്നുകൊണ്ട് അൻസുബ അടങ്ങുന്ന അൻസുബ, ഈ പറയുന്ന നീന കുറുപ്പ് അടങ്ങുന്ന പിന്നെ ഉണ്ണി ശിവപാല അടങ്ങുന്ന ഗ്രൂപ്പിനെ ആക്രമിക്കുന്നത്. മനസ്സിലായി? ഇപ്പോ അൻസുബയുടെ കേസ് നല്ല രീതിയിൽ എന്താണ് അതിന് ജെന്യൂൻ ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. എല്ലാവരും അൻസുബയ്ക്ക് പിന്തുണ നൽകിയിട്ട് ഇവർ പെട്ടു. അതുകൊണ്ട് വീണ്ടും അടുത്ത ഒരു ഒട്ടും ദഹിക്കാൻ പറ്റാത്ത ഒരു കള്ളക്കഥയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കേട്ടിട്ട് തോന്നുന്നു, ഇതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ തോന്നുന്നുണ്ടോ? പറയുന്നതിന് ചെറിയൊരു ലോജിക്കെങ്കിലും വേണം. നമുക്ക് ഈ പറയുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകണം, ദഹിക്കണം, നിങ്ങൾ പറഞ്ഞു പരത്തുന്ന കള്ളം എന്താണ് എന്നുള്ളത്. ഇനി അതവിടെ നിൽക്കട്ടെ, ഇതെത്ര ആയാലും. ഇനി ഇപ്പോ നമ്മുടെ ശാന്തിവിള ദിനേശിന്റെ ഇന്നലെ ഇട്ട വീഡിയോ ആണ്. ഞാൻ ഇന്നാകണം കുറേ കാര്യങ്ങൾ പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്. അത് കുറച്ചും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ എന്താവും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പറയുന്നത്. ഇപ്പോ ഈ പറയുന്ന ടിനി ടോമിനെ കുറിച്ച് ഒരു സംഭവം പറയുന്നുണ്ട്, അത് ഞാൻ ഇവിടെ വെക്കാം. ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തെരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ് ഇവനൊക്കെയാണ് അൻസുബയെ വിമർശിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. അല്ലെങ്കിൽ എന്താണ് പുരുഷ വേശ്യയാണ് ഈ പറയുന്ന. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുള്ളി അതിനകത്ത് തുറന്നു പറയുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും പുള്ളി അതിനകത്ത് പറയുന്നത്. ഇതിനൊക്കെ എന്ത് യോഗ്യത എന്നാണ് ശാന്തിവിള ദിനേശ് ചോദിക്കുന്നത്. മനസ്സിലായോ? അതായത് അൻസുബയെ കുറിച്ച് ഇതുപോലുള്ള അപവാദങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യതയാണ് ടിനി ടോമിനുള്ളത് എന്ന് ബാക്കി വീണ്ടും പറയുന്നുണ്ട്. പറയുന്നവൻ മാന്യനായിരിക്കണം എങ്കിൽ പറഞ്ഞോട്ടെ. ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരു പെൺകുട്ടിയെ അവിഹിതകാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ.
മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിനി ടോം, മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിനി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ അത്. ടിനി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന് എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശാന്തിവിള ദിനേശ് പറയുന്നത് മോഹൻലാലിന്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ട് അവിഹിതമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇന്നലെ ഈ പറയുന്ന നീന കുറുപ്പ് ഉദ്ദേശിച്ച ഒരു വ്യക്തിയുണ്ട്, രണ്ടാം അച്ഛനുമായിട്ട് ഈ പറയുന്ന അൻസുബയ്ക്ക് അവിഹിതം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അതുമല്ല, ഇന്നലെ ആലപ്പി അഷറഫ് പറഞ്ഞ ഒരു സംഭവമുണ്ട്, മോഹൻലാലുമായിട്ട് ഒരു സംഭവം. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ടിനി ടോം ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പലപ്പോഴായിട്ട് എൻ്റെ ഒരു അച്ഛന്റെ സ്ഥാനമാണ്, രണ്ടാം അച്ഛനെ പോലെയാണ് ഈ പറയുന്ന ലാലേട്ടനെ കാണുന്നത് എന്ന് പലപ്പോഴായിട്ട് ഈ അൻസുബ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലാലേട്ടനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഈ ടിനി ടോം ഇത് പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ടിനി ടോം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പുരുഷ വേശ്യയായിട്ടാണ് നടക്കുന്നത്. നല്ല കുളത്തിലും അല്ലാത്ത കുളത്തിലും എന്നുവെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ആരെടുത്ത് വേണോ പോകും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ശാന്തിവിള ദിനേശ് പറയുന്നത്. ശാന്തിവിള ദിനേശിന്റെ ചാനൽ പോയി കാണാം. ഇതൊന്നുമല്ല, കുറെ കാര്യങ്ങൾ പുള്ളി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കണേ, ഈ അമ്മ എന്ന് പറയുന്ന ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന വിവരമില്ലാത്ത കുറെ എണ്ണത് അവരെ എല്ലാം ഇൻക്ലൂഡിങ് ഈ പറയുന്ന ശ്യാദവ മേനോന്റെയും ഈ ദല്ലാള് നന്ദകുമാറിന്റെയും അവരുടെ ആ ബന്ധം, അവരുടെ ആ ഒരു 75 ലക്ഷം രൂപ വാങ്ങിച്ചത് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വൻ ദുരൂഹതയാണ് ഇതിനകത്ത് ഉള്ളത്. ആ കൂടി അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഡെയിലി 7 ലക്ഷം എന്തൊരു മാസോ 7 ലക്ഷം രൂപ എന്തോ കളക്ഷൻ ഉണ്ട് എന്നുള്ളത്. അതും കള്ളമാണ്. ഇത്രയും ഒരു ക്ഷേത്രത്തിൽ ഡെയിലി 7 ലക്ഷം രൂപ കളക്ഷൻ, അല്ലേ പോയിട്ട് ഡെയിലി 7 ലക്ഷം രൂപ കളക്ഷൻ ഉള്ളത് 75 ലക്ഷമൊക്കെ ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വൻ കളിയുണ്ട്, നല്ല സാമ്പത്തിക തിരിമറയുണ്ട്. അതിൽ ശ്വേതാ മേനോന് നല്ല പങ്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. ആ ഒരു പങ്ക് ഇവർക്ക് കിട്ടുന്ന ആ സോഴ്സ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ ജെന്യൂനായിട്ട് ഈ പറയുന്ന അൻസിബ ശ്രമിച്ചു. അൻസിബ ഇവരുടെ കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അൻസിബയെ എങ്ങനെയെങ്കിലും ഇതിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് യുവമാര് നടത്തുന്ന സംഭവങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു വാച്ചർ, അല്ലെങ്കിൽ ആ ഒരു ആ വാച്ചർ തന്നെ എന്തു പറയുക, സെക്യൂരിറ്റി ജീവനക്കാർ തന്നെ പറയുന്നു, അവിടത്തെ വന്ന കുക്കു പരമേശ്വരൻ സെക്രട്ടറി വന്ന് പറഞ്ഞു എന്ന് പിന്നീട് അവരുമായിട്ട് ആ മാനേജറുമായിട്ട് നിനക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞു വരുത്തണം എന്നൊക്കെ പറയുന്ന ദഹിക്കാത്ത നുണകൾ, പച്ചക്കള്ളങ്ങൾ, പച്ച നുണകൾ പടച്ചു വിടുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും പെട്ടുപോകുകയാണ്. താൻ കുടിച്ച കുഴിയിൽ താങ്കൾ തന്നെ വീണ്ടും വീണ്ടും പെട്ടുപോകുകയാണ്. എനിക്ക് വീണ്ടും വീണ്ടും ഇവിടെ എടുത്തു പറയാനുള്ളത്, ഇപ്പം മറ്റവിടെ ഒരു ഇതുമില്ല. ഇവരെ കുറിച്ചും പറയുന്നുണ്ട്, നമ്മുടെ ലക്ഷ്മിപ്രിയയെ കുറിച്ചും നല്ല രീതിയിൽ ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. പല കേസുകളുടെ പ്രതിയാണ്, പറ്റിപ്പാണ്, മറ്റത് മറിച്ചത്. അതുമല്ല, അങ്ങ് ദുബായിൽ വെച്ച് നടന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ആരെയൊക്കെ കെട്ടിപ്പിടിച്ചെന്നോ, ആരോടൊന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തെന്നോ, ആ ഫോട്ടോ എടുത്തതിന്റെ എതിരാണ് ചോദിച്ചത്, നിങ്ങൾ അവരുമായിട്ട് ഫോട്ടോ എടുത്തല്ലേ എന്ന് അൻസിബ ചോദിച്ചത്. എന്നിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ അതിന്റെ മെയിൻ കാര്യങ്ങളെ വെച്ച് നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് നമുക്ക് വിടുകണം. ശരി.